ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം ചൊവ്വാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം സുവിശേഷ ഭാഗത്തിലൂടെ കേൾക്കുക. എ ടേബിൾ കമ്പാനിയൻഷിപ്പ് വിത്ത് സിന്നേഴ്സ് എന്ന വലിയ ആശയമാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്തിലൂടെ പറയുന്നത്. പാപികളോട് ചങ്ങാത്തം കൂടുക, കർത്താവ് ഒരുക്കുന്ന മേശയിൽ എല്ലാവരും വേണം, ആരെയും ഒഴിവാക്കാതെ. കർത്താവിൻ്റെ മേശയിൽ പാപികളോട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാകണം, ഒരു സൗഹൃദം ഉണ്ടാകണം എന്ന് ഈശോ പറയുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാനായിട്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയ കാര്യം, ക്രിസ്തുവിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് ചെതറിപ്പോയവരെ വീണ്ടും വിളിച്ചു കൂട്ടുവാൻ നമുക്ക് കഴിയണം. മാനസാന്തരത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും ചിതറിപ്പോയവരെ, ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ സ്നേഹവും കരുണയും നാം കൊടുക്കണം. ഇന്ന് ഈ ലോകത്തിൻ്റെ ക്രിസ്തു ശിഷ്യരായ നാം ചെയ്യേണ്ട വലിയ ഒരു നന്മ പ്രവൃത്തിയെക്കുറിച്ചാണ് ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. പാപം ചെയ്ത് അകന്നുപോയവരെ ഉപേക്ഷിക്കാതെ അവർക്ക് വീണ്ടും ഒരു തിരിച്ചുവരവിനുള്ള ക്ഷണം നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ, പാപികളായവരെ, നമ്മിൽ നിന്ന് അകന്നുപോയവരെ കർത്താവിൻ്റെ സുഹൃത്ത് വലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും കർത്താവിൻ്റെ അൾത്താര മേശയിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹവും കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ വിരുന്നും അനുഭവിച്ചുകൊണ്ട് അൾത്താര മേശയിലെ വലിയ ഒരു സുഹൃത്ത് ബന്ധം അത് ഉണ്ടാകുവാൻ, ആരെയും ഉപേക്ഷിക്കാതെയുള്ള അളവുകളില്ലാത്ത സ്നേഹം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഈശോ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ചെറിയവനായി ജീവിക്കുക. ശിശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കൊടുക്കുവാൻ ക്രിസ്തു ശിഷ്യരായ നാം ചെറിയവനായി മാറണം, എളിമയുള്ളവരായി മാറണം, കരുണയുള്ളവരായി മാറണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം അത് എല്ലാവർക്കും കൊടുക്കുവാൻ എൻ്റെ ജീവിതം വഴി അനുഗ്രഹം നൽകണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങനെ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ടേബിൾ കമ്പാനിയൻഷിപ്പ് വിത്ത് സിന്നേഴ്സ്, അതായത് പാപികളെ പോലും ഒഴിവാക്കാതെ എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഹൃദയം, ക്രിസ്തുവിൻ്റെ പോലെയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കാം.